പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊച്ചുവേളിയിലാണുള്ളത്. കൊച്ചുവേളിയിൽ നമ്മൾ ഗോരഖ്പൂറാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കാഠ്മണ്ഡുവിലോട്ടാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ വിശേഷങ്ങളൊക്കെ നോക്കി പുതിയൊരു യാത്രയാണ്. അപ്പോൾ എല്ലാവരും യാത്രയെ സപ്പോർട്ട് ചെയ്യുക. ഗോരഖ്പൂർ എക്സ്പ്രസ് ആണിത്. ഗോരഖ്പൂർ സപ്തി സാഗർ എക്സ്പ്രസ് ആണ് ട്രെയിനിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഗോരഖ്പൂറാണ്. ഗോരഖ്പൂരിൽ നിന്നും കല്ലേരിയിൽ നിന്ന് നമുക്ക് കാഠ്മണ്ഡുവിലാണ് പോകാനുള്ളത്. അപ്പോൾ ഇവിടെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. നമ്മളത് B1 നമ്മളെ സീറ്റുള്ള വരുന്ന കോച്ച്. അപ്പോൾ നമുക്കത് നോക്കി അതൊക്കെ കണ്ടുപിടിച്ച് ആദ്യം കയറി ഇരിക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം നമ്മൾ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ ഇതാ ഇവിടെ B1 ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മളെ ബോഗി. നമ്മൾ തേർഡ് AC ആണ് എടുത്തിട്ടുള്ളത്. B1 തേർഡ് AC ആണ്. അപ്പോൾ നമുക്ക് നേരെ അകത്ത് കയറാം. അവിടെ നിന്ന് സംസാരിച്ചൊക്കെ ഭയങ്കര എഞ്ചിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും നമുക്ക് അകത്ത് കയറി സീറ്റ് കണ്ടുപിടിച്ചിരിക്കാം. കൊച്ചുവേളിയിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ആരും കയറാനൊന്നും ഇല്ലായിരുന്നു. സീറ്റെല്ലാം കാലിയാണ്. അപ്പുറത്ത് ഒരാളിരിപ്പുണ്ട്. ബാക്കിയെല്ലാം കാലിയാണ്. ഇനി അങ്ങോട്ട് പോയ ആൾക്കാരൊക്കെ നിറയും. അപ്പോൾ ഏകദേശം ട്രെയിൻ എടുക്കാറായി. നമ്മളങ്ങനെ ട്രെയിൻ ഇങ്ങനെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊച്ചുവേളിയത്ത് ഗോരഖ്പൂരിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ കൊച്ചുവേളി ഇന്ന് നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങനെ രണ്ടാമത്തെ ദിവസം രാവിലെ ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ നോക്കിയപ്പോൾ നിറയെ മൂടൽമഞ്ഞും കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊന്നും ഈ ട്രെയിൻ പാളം കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും കാണാൻ പറ്റാത്ത കണക്കിന് നല്ല മൂടൽമഞ്ഞൊക്കെയാണ്.
അങ്ങനെ നമ്മൾ 3-ാം ദിവസം UP-യിലെത്തി. UP-യിൽ ലക്നൗവിലാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വലിയ തൂക്കുപാലമൊക്കെ അങ്ങ് റോഡിൽ കാണാം. ഇവിടെ നോക്കുമ്പോൾ ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം അരമണിക്കൂർ ഇവിടെ ട്രെയിൻ നിർത്തിയിട്ടിരുന്നു. അടുത്തിന് ഗോരഖ്പൂർ ഇറങ്ങണം. ഇവിടെ നിന്ന് ഒരു 3 മണിക്കൂറെന്തോ ഗോരഖ്പൂരിലേക്കുണ്ട്. ലക്നൗ സിറ്റിയെല്ലാം പിന്നിട്ട് ഒരു എന്താ പറയുക വലിയ കുളം പോലെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ലക്നൗ സിറ്റിയിലൊക്കെ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് വലിയ വീടൊക്കെ കാണുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ വളരെ കുടില് പോലെയുള്ള വീടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങ് ദൂരെ നെൽപ്പാടങ്ങളും കടുക് പാടങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഒരുപാട് കടുക് കൃഷിയുണ്ട്. ഇങ്ങനെ മഞ്ഞയായിട്ട് കാണുന്ന എല്ലാം കടുകാണ്. പിന്നെ ഒരുപാട് കൃഷികളുണ്ട്. വാഴയും ഇടയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങ് ദൂരെ എല്ലാം വാഴ കൃഷിയും കാര്യങ്ങളും പയറും ഒക്കെ ആയിട്ട് പല പല സാധനങ്ങളൊക്കെ ആയിട്ട് കൃഷിത്തോട്ടങ്ങളാണ് ഇപ്പോൾ കാണുന്നതെല്ലാം. നമുക്ക് വീണ്ടും കടുക് കാണാം. കൂടുതലും നമ്മൾ ദൂരെ നോക്കുമ്പോൾ കാണുന്ന കടുകാണ്. മഞ്ഞ കളറിൽ ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കാണുന്നത്. ചെറിയ ചെറിയ കുടിലുകളൊക്കെയാണ് നമ്മൾ ഈ റെയിൽവേ പാളത്തിൻ്റെ സൈഡിൽ കാണുന്നതൊക്കെ. നമ്മളെ നാട്ടിൽ കാണാൻ കഴിയാത്ത അത്ര കുടിലുകളൊക്കെ നമുക്ക് UP-യിൽ കാണാൻ കഴിയും. അത് അവിടെയൊക്കെ എല്ലാം കടുകാണ്. മിക്ക സ്ഥലങ്ങളും കടുക് കൃഷി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് വാഴയൊക്കെ ഉണ്ട്. വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം വാഴത്തോട്ടമാണ്. അതാ കാണുന്നത്. ഒരു നെൽകൃഷി കഴിഞ്ഞങ്ങ് വാഴത്തോട്ടമാണ്. ഗോതമ്പ് പാണോ നെല്ലാണോ എന്നറിയില്ല. അത് കഴിയുമ്പോൾ വാഴയാണ് കൃഷി. അപ്പം അങ്ങനെ വന്നിവിടെ ട്രെയിൻ അങ്ങനെ സ്ലോ ആയി വരെയാണ്. സ്കൂളൊക്കെ വിട്ട ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ പോകുന്നത് കാണാം. ട്രെയിൻ പാളത്തിനോട് ചേർന്ന് തന്നെ റോഡുണ്ട്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം 3-ാമത്തെ ദിവസം ഗോരഖ്പൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സൊണാലിയിലോട്ടാണ് യാത്ര. ഗോരഖ്പൂർ ഇപ്പോൾ 5:40 ആയപ്പോൾ ഗോരഖ്പൂർ എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ നോക്കാം. ഇപ്പം എല്ലാവരും റെഡിയായിരിക്കുന്നുണ്ട്. എല്ലാവരും റെഡിയായിരിക്കുന്നുണ്ട് ഇറങ്ങാനായിട്ട്. ഞാനും ഒരു വലിയ ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സൊണാലിയിലോട്ടാണ്. അപ്പോൾ നമ്മൾ ഗോരഖ്പൂർ എത്തിയിട്ടുണ്ട്. ഗോരഖ്പൂർ
ഗോരഖ്പൂരിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്, ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണ്. എല്ലാവരും ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇനിയുള്ള യാത്ര എങ്ങനെയെന്ന് നോക്കാം. കേട്ടോ, ഇവിടെ ഇറങ്ങുന്നിടത്തൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമുക്ക് വെളിയിൽ ഇറങ്ങി ഇനി ഫ്രണ്ട് ഗേറ്റ് കണ്ടുപിടിക്കണം. സൊണാലിയിലേക്കുള്ള ബസ് എവിടെയെന്നാണ് ഇനി നമുക്കറിയേണ്ടത്. എങ്ങനെ പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞുകൂടാ. ഇവിടെ നിന്ന് ഇനി പുറത്താണ് ഇറങ്ങാനുള്ളത്. അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ഇനി ഇറങ്ങുമ്പോൾ ഒരുപാട് ടാക്സിക്കാരൊക്കെ ഇങ്ങനെ നിൽക്കും. ടാക്സിയും ഓട്ടോയും എല്ലാവരും ഇങ്ങനെ നിന്ന് വെള്ളം വെച്ചുകൊണ്ടിരിക്കും. എങ്ങോട്ട് പോകണം എന്ന് ചോദിക്കുന്നുണ്ട്. വരുന്നൊരു വലിയൊരു പാട്. അപ്പം നേരെ പുറത്തിറങ്ങിയാൽ ഇപ്പോൾ ചോദിച്ചപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഫ്ലൈ ഓവർ ഉണ്ട്, അത് കയറി പുറത്തോട്ട് ഇറങ്ങാനാണ് പറഞ്ഞത്. ഫ്ലൈ ഓവറിൽ നോക്കുമ്പോൾ നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നോക്കും പോലെയാണ്. നടക്കുകയാണ്. ഒരുപാട് ട്രെയിനുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഒരു 2 ട്രെയിൻ ഇങ്ങനെ ഒരേ സമയം വരുന്നുണ്ട് അങ്ങ് ദൂരെ നിന്ന്. ഏറ്റവും പ്രധാനം 2 റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങണം, എന്നാലേ നമുക്ക് ബസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ടായിട്ടുണ്ട്. ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ് ഇപ്പോൾ ഉള്ളത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ആ അങ്ങനെ ഒരു ബൈക്ക് കിട്ടി, ബൈക്കിലാണ് ഇപ്പോൾ
यूट्यूब चैनल का വഴി ചോദിച്ച ആള് അവിടെ കൊണ്ട് ബസ് സ്റ്റാൻഡ് വിടാമെന്ന് പറഞ്ഞു. नहीं है चाय पीते हो? चाय नहीं नहीं चाय पियेंगे? नहीं है इधर से बस इधर से सोनालिका कितना दूर है? यहाँ से 95 किलोमीटर. यहीं पे मिलेगा आपको. हाँ ओके ओके थैंक यू. मोस्ट वेलकम. नाम अमन तिवारी. अमन अमन तिवारी. अमन तिवारी. आगरा സൊണാലിയിലേക്കുള്ള ബസ്സാണിത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എവിടെ നോക്കിയാലും പാക്കും പാൻപരാഗും ഇതുപോലെയൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ കഴിയും. तुम्हारा प्रचार हो रहा है, देख लो. कुछ बोल दो इधर. हमारा भी फोटो भेज दीजिए. बढ़िया है. चैनल है आपका? चैनल है कोई इंस्टा पे? അങ്ങനെ നമ്മൾ സൊണാലി ബസ് അവിടെ നിന്ന് എടുത്തു. അപ്പോൾ നേരെ കാണുന്നത് ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം 5:40 നമുക്ക് ബസ് സൊണാലിയിൽ നിന്ന് എടുത്തപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. ഇപ്പോൾ വലത് സൈഡ് ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നല്ല നല്ല ഭക്ഷണശാലകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ എല്ലാം ഫുഡ് കിട്ടുന്നുണ്ട്. എല്ലാ കടകളും ചെറിയ തട്ട് കടകളായിട്ട് ഇടത്തെ സൈഡ് മൊത്തം ചെറിയ ചെറിയ കടകളടങ്ങ് കുറേ ദൂരമുണ്ട് ചെറിയ ചെറിയ കടകളൊക്കെ. അപ്പോൾ എത്ര മണിക്കൂറിന് സല്ലേരിയിലെത്തുമെന്ന് അറിയില്ല. ഏകദേശം 9 മണിക്കാവുമെന്ന് തോന്നുന്നു സല്ലേരിയിലെത്തുമ്പോൾ. അവിടെ ഇന്ന് റൂമെടുത്ത് നിൽക്കണം. നാളെ രാവിലെ ആയിരിക്കും ബസ്. രാവിലെയോ വൈകിട്ടോ ആയിരിക്കും ബസ്. 2 നേരമാണ് സല്ലേരിയിലോട്ട് ബസ്സുള്ളത് സാധാരണ എന്നാണ് കേട്ടിട്ടുള്ളത്. നോക്കണം ഇന്ന് നേരെ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ കാണുന്നുണ്ട്. ഗോരഖ്പൂർ പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ സല്ലേരി ബോർഡറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ ബോർഡറിലോട്ട് ഒരു 100 മീറ്റർ നടക്കണം. ഒരു 100 മീറ്റർ നടന്നു കഴിയുമ്പോഴേ നമുക്ക് സല്ലേരി ബോർഡർ ആവുകയുള്ളൂ. അതിലേക്ക് വേണ്ടി നടക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ കടകളൊക്കെ അടച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആദ്യം ഭക്ഷണം കഴിക്കും. നമ്മൾ കണ്ട കടകളൊക്കെ അടച്ചു തുടങ്ങി. അപ്പോൾ ഇനി അങ്ങോട്ട് എവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ആദ്യം റൂം എടുക്കണം. ഇവിടെ നോക്കുമ്പോൾ ഒരു
പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്താണെന്ന് നോക്കിയപ്പോഴൊരു കല്യാണം കഴിഞ്ഞിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നേരെ ഫ്രണ്ടിൽ ഒരു ഗാനവേള പോലെ ഒരു വണ്ടിയുടെ മുകളിൽ സ്റ്റേജ് കെട്ടിയിട്ട് ഒരു പെൺകുട്ടി നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അവിടെ ഒരാൾ പാടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കല്യാണ ആഘോഷം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ബാക്കിലായിട്ട് കുറേ ആൾക്കാരുണ്ട്. കല്യാണ പയ്യനും പെണ്ണുമായിട്ട് ആ ലൈറ്റൊക്കെ കാണുന്നതിൻ്റെ തൊട്ട് ബാക്കിലൊരു വണ്ടിയുണ്ട്. അപ്പോൾ അതിലാണ് കല്യാണ പയ്യനും പെണ്ണും പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് നേപ്പാളിൻ്റെ കല്യാണ വിശേഷം. അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ അതും കാണാൻ പറ്റി. നേപ്പാളിലെ ഒരു കല്യാണം. അവരിങ്ങനെ പതിയെ പോകുന്നേ ഉള്ളൂ. ഇങ്ങനെ രഥം വലിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ ആൾക്കാരുണ്ട്, ഇങ്ങനെ കയർ പിടിച്ച് കൊണ്ടുപോകാനൊക്കെ. വളരെ പാട്ടും ബഹളമൊക്കെ ആയിട്ടാണ് അവരുടെ യാത്ര. അപ്പോൾ നേപ്പാൾ ഇന്ത്യൻ ബോർഡറാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇതാ കാണുന്നത്. നമ്മൾ ബസ് ഇറങ്ങി അതിലേ ഇങ്ങനെ നടന്നു വന്നു. അന്നേരം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഇങ്ങനെ എടുക്കുകയാണ് വീഡിയോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇതിലേ ഇങ്ങനെ നടന്ന് ഇതിലേ ഇങ്ങനെ വരുമ്പോൾ ഇതാ കാണുന്നതാണ് നേപ്പാൾ. അപ്പോൾ നേപ്പാളിൻ്റെ ബോർഡറിൽ നമ്മളിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ നടക്കുകയാണ്. വ്യക്തതയുണ്ട്. ഇന്ത്യൻ ബോർഡറിൽ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അലങ്കരിച്ചിട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് പട്ടാളക്കാരൊക്കെ ഇരിപ്പുണ്ട് ആ സൈഡിൽ. ഇവിടെ ഇങ്ങനെ പശുവൊക്കെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ നേരെ കാണുന്ന ഹോട്ടലിലാണ് താമസം. ഇവിടെയാണ് ചെക്ക് പോസ്റ്റ് പാസ്സൊക്കെ എടുക്കാനുള്ള സ്ഥലം. ആ ഇടത്തെ സൈഡിൽ കാണുന്നതാണ്. നമ്മളെ ബസ് ഏകദേശം രാവിലെ 3:30 ബസ് അവർ പറഞ്ഞത്. ഇവിടെ നിന്ന് തന്നെ ബോർഡറിൽ നിന്നാണ് ബസ്. നല്ല തണുപ്പുണ്ട്. ഏകദേശം 14 ഇവിടുത്തെ ഇത്. ഇപ്പോൾ ഇവിടെ 2 ബോർഡറും കാണാം. അപ്പുറത്ത് ഇന്ത്യയുടെ ലൈറ്റ് ഉള്ളതും നേപ്പാളിൻ്റെ ലൈറ്റ് കുറഞ്ഞതും നമുക്കിങ്ങനെ കാണാം രാത്രി. ഏകദേശം 10:30 മണിയായി. നമ്മളിവിടെ നിന്നപ്പോൾ വേറെ ചെക്കിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ആധാർ മാത്രം ചോദിച്ചു. വണ്ടിയൊക്കെ വരുമ്പോൾ ലോറിയൊക്കെ വരുമ്പോൾ ഇവിടെയാണ്, ഇതിനകത്തോട്ടാണ് പോകുന്നത്. ഇവിടെയാണ് അവരെ പെർമിഷൻ വാങ്ങേണ്ട പോയിൻ്റ്. ബൈക്കിലൊക്കെ വന്നാൽ ഇവിടെ വാങ്ങേണ്ട. ഞാനൊരിക്കൽ ബൈക്കിന് വന്ന് ഇവിടെ നിന്നാണ് വാങ്ങിയത് പെർമിഷനൊക്കെ. നമ്മളവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നു. ഇതാണ് നമ്മളെ ഹോട്ടൽ. അപ്പോൾ ഈ ഹോട്ടലിലാണ് ഇന്നത്തെ താമസം. നമ്മളെ ഇന്ത്യൻ പൈസ 450 രൂപയാണ് ഇവിടുത്തെ റൂമിന്. ഇന്ത്യൻ പൈസ ഏകദേശം 450 രൂപ കൊടുക്കേണ്ട വന്നു ഇവിടെ റൂമിന്. നേരത്തെ വന്ന് റൂം എടുത്തു. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഒന്നാമത്തെ നിലയിലാണ് ഹോട്ടൽ റൂം. അപ്പോൾ നേരെ റൂമിലോട്ട് പോവാം. നമ്മളെ റൂം ഇതാണ്. അപ്പോൾ നമ്മളെ ബാഗൊക്കെ ഇരിപ്പുണ്ട്. ഒരു ചെറിയ റൂമാണ്. 450 രൂപയാണ് അവർ വാങ്ങിയത് ഈ ഒരു റൂമിന്. അത്യാവശ്യം ഒരു രാത്രി കിടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഗോരഖ്പൂരിൽ നിന്നും സൊണാലിയിലെത്തിയിട്ടുണ്ട്. ഏകദേശം സൊണാലിയിലേക്ക് 2 മണിക്കൂർ യാത്രയുണ്ട്. ഒരു 105 കിലോമീറ്ററാണ് ഉള്ളത്. അവിടെ നിന്ന് ഗോരഖ്പൂർ സൊണാലി വരെ വരാൻ 105 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഈ രാത്രി വരുന്നതിനെക്കാട്ടിയും ഗോരഖ്പൂരിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലത്.
അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളെ നമ്മൾ ഇവിടെ നിന്ന് നേരെ കാഠ്മണ്ഡുവിലോട്ടാണ്.